ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നാമക്കല്ലിൽ നിന്നും കൊല്ലിമലയായിട്ട് പോയിക്കണേ. നാമക്കല്ലിൽ നിന്ന് കുറച്ചങ്ങ് പോന്നു. ഈ റോഡൊക്കെ കണ്ടിട്ട് എന്തൊരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു, അപ്പോൾ നനഞ്ഞ് നടക്കുന്നുണ്ട്. ഉണ്ട് റോഡിൻ്റെ ഭംഗിയാണ് ഉണ്ട്. പിന്നെ അതിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് ഉള്ളത്, കാരണം നല്ല പച്ചപ്പാണ്. കൃഷിയിടങ്ങളാണ് കൂടുതൽ ഇവിടെ. ഈ നാമക്കല്ലിൽ നിന്ന് കൊല്ലുമലയിലുള്ള റോഡിലൂടെ കയറി കഴിഞ്ഞാൽ കൂടുതലും 2 സ്ഥലങ്ങൾ കൃഷിയിടങ്ങളാണ്. കൂടുതലും തെങ്ങിൻ തോട്ടം കുറേ ഉണ്ട്. പിന്നെ കവുങ്ങ്, ഈ അടയ്ക്കയുണ്ട്. അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പട്ടി ചാടാൻ വന്ന് കടിക്കാൻ വന്നു. എനിക്ക് 2-3 പ്രാവശ്യം ചെയ്ത് കുറച്ച് എനിക്ക് തോന്നുന്ന നാമക്കലെത്തിയപ്പോഴാണ് ഒരു കാറുകാരൻ്റെ ഡോറിലേക്ക് പട്ടിങ്ങ എടുത്ത് കിടന്നിട്ട് എനിക്കൊന്ന് ഏതെങ്കിലും വണ്ടിക്കാരൻ പണി കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും പട്ടി അതിനുള്ള ദേഷ്യമെല്ലാം കാണിക്കുന്നതായിരിക്കാം. 2 കാറെല്ലാം എടുത്ത് ആടിയിട്ട് എന്ത് സംഭവിക്കാനാണ്, പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നല്ലാണ്ട്. എന്നാലും എനിക്ക് 2-3 പ്രാവശ്യമായി. അപ്പം അത് കൂടുതലും ഞാൻ തമിഴ്നാട്ടിൽ എങ്ങനെ കടിക്കാൻ വരുന്ന കൂടുതലും കണ്ടിട്ടുള്ളത്. എന്തായാലും നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ പോന്നു. ഇനി റോഡ് സൈഡിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കൂടുതലും ഇവിടെ കൃഷിയിടങ്ങളാണല്ലോ, അതുകൊണ്ടായിരിക്കും കുറേ പശുക്കളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇങ്ങോട്ട് നല്ല ഇന്നലെ രാത്രി മഴയുണ്ട്, നല്ല തണുപ്പും ഉണ്ട്. അടിപൊളിയായിട്ട് പോകുന്ന റോഡിനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. തമിഴ്നാട്ടിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ റോഡെല്ലാം കിട്ടുവാണ്, അതിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇന്നലെ ഒരു 8 മണിയോടുകൂടി നമ്മളിവിടെ നാമക്കലിലെത്തി. ഒരു റൂം എടുത്തു. ജസ്റ്റ് എനിക്ക് കുളിച്ചൊന്ന് കിടന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്നൊക്കെ പൊള്ളാച്ചിക്ക് നല്ല രീതിയിൽ മഴ നനഞ്ഞാണ് എത്തിയത്. പിന്നെ ഇങ്ങോട്ടുള്ള ദൂരം കുറച്ച് കൂടുതലാണല്ലോ നാമക്കൽ. അങ്ങനെ കുറച്ച് മടുത്ത് പോയായിരുന്നു. പക്ഷെ നല്ല രാവിലെ 6 മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്തു. പിന്നെ രാവിലെ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണം തോന്നുന്നില്ല. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ, റോഡ് ഫുള്ള് നനഞ്ഞെടുക്കണം. അടിപൊളി. 2 സൈഡും കവുങ്ങുണ്ട്. ഇതിൻ്റെ ഇടയോടൊക്കെ പോകുന്നുള്ള ഒരു വൈബ് അടിപൊളി. ഇനി കുറച്ചുകൂടെ നമുക്കൊരു ഈ കൊല്ലിമലയായിട്ടുള്ളൊരു എൻട്രൻസ് പോയിന്റിലെത്തും. അവിടെ ജസ്റ്റ് ചെക്കിങ്ങൊന്നും ഉണ്ടാവില്ല, സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ പറയാറില്ലേ, ഈ റൈഡൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എന്നെ കറക്റ്റായിട്ട് നടക്കില്ല, മിക്കപ്പോഴും നടക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. കാരണം ഈ ട്രിപ്പ് ഞാൻ 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഞാനിന്ന് 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. 2 വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തു. 2, 3, 4 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് ഞാൻ ട്രിപ്പ് വരാൻ വേണ്ടിയിരുന്നു. പക്ഷെ നടക്കില്ല. ഒന്നേ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് ആവുമോ, ആരെങ്കിലും ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ വന്നാൽ അങ്ങനെയായി. എന്തായാലും പോരാൻ പറ്റില്ല. എന്തായാലും 2 വർഷം കഴിഞ്ഞ ശേഷം ട്രിപ്പ് പോകണം. പക്ഷേ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം യാത്രപ്പിള്ളേർ നല്ല രീതിയിൽ മഴ നനഞ്ഞ് വന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പൊള്ളാച്ചി കഴിഞ്ഞ് കുറച്ച് പോകുന്നതിന് ശേഷം ഞാൻ ഈ മഞ്ഞൊക്കെ നല്ല കുളമഞ്ഞായിരുന്നു. റോഡ് പോലും കാണാൻ പാടില്ലാത്ത സ്ഥിതിയില്ല, നല്ല മഞ്ഞായിരുന്നു. അതൊരു ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ റൂട്ട് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ 2018 കണ്ടു വന്നു. പക്ഷേ അത് കൊല്ലിമല വന്നിട്ട് തിരിച്ച് സേലം വഴി തിരിച്ചു പോയത്. അന്ന് ഒരിക്കലും ഞാൻ ഈ പ്ലാൻ വർക്കൗട്ടായില്ല. അതായത് ഡിണ്ടിഗല് വഴി തേനി തിരിച്ചു പോകാൻ അങ്ങനെ പ്ലാനാണ് ഇട്ടേക്കുന്നത്. എന്തായാലും ഒന്ന് നമുക്ക് പോയി നോക്കാം. ഇന്നൊരു കൊല്ലിമലയെത്തി അവിടെ കുറച്ച് കറങ്ങേണ്ട ഒരു 3 മണി 4 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങി പോരണം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഡിണ്ടിഗലൊക്കെ എത്തി സ്റ്റേ ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം മൂന്നാർ വഴി വീട്ടിലെത്തും. അതാണ് പ്ലാൻ. എൻ്റെ പൊന്ന് പോയിട്ട് രക്ഷയില്ല. നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് മഞ്ഞ തകർത്ത് കൊല്ലിമല എത്താൻ ഒരു രക്ഷയില്ല. വല്ലാത്ത വൈവാണ് അതിന്. നല്ല ചെറിയ മഴയുണ്ടായി, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. പക്ഷേ എതിരും പോന്നപ്പോഴൊന്നും ഉണ്ടായില്ല, നല്ല വെയിലായിരുന്നു. എന്തായാലും ഇത്തവണ പൊളിച്ച്. ഇത് റോഡൊന്നും കാണാൻ പറ്റില്ല. അടുത്ത് വരുമ്പോൾ വണ്ടികൾ നമ്മൾ കാണുന്നത്. നല്ല മഞ്ഞ്, റോഡുകളൊന്നും ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ചുരമൊക്കെ ഫസ്റ്റ് ഹെയർ പിൻ കയറുന്നുള്ളൂ. കൊള്ളാം. റോഡൊക്കെ നനഞ്ഞ കിടപ്പുണ്ട്. എന്നാലും റോഡൊക്കെ ചെറിയ വീതി കുറവാണെങ്കിലും അടിപൊളിയുണ്ട്. നല്ല തമിഴ്നാട് ഗവൺമെൻറ് തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്നാണെങ്കിൽ ഹോളിഡേ, വർക്കിംഗ് ഡേ അല്ല, എന്നിട്ടൊരു തിരക്കുമില്ല റോഡിൽ. കൊള്ളാം. കൊല്ലിമലക്ക് ഇതൊരു എക്സ്പീരിയൻസ്. എന്തായാലും നിങ്ങൾ പോകാത്ത, പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സ് ഈ റൂട്ട് വന്നിട്ടോ എൻ്റെ ഒരു പ്രാവശ്യം വന്നിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഇത്രയും അടുത്ത് നല്ല ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ
വേറൊരു പ്ലേസ് എനിക്ക് തോന്നില്ല. അടിപൊളി റൂട്ടാണ്. കാരണം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയത് ഇതിൻ്റെ റൂട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ വന്നിട്ടില്ല ഉറപ്പായിട്ടും വരും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടാകും. ബൈക്ക് റൈഡേഴ്സൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാകും. പിന്നെ വരുമ്പോൾ ഞാൻ പറയാം എപ്പോഴും ബൈക്കിന് വരുന്നതായിരിക്കും എൻ്റെ ഒരു നമുക്കന്നേരം ആ ഫീല് കിട്ടുക. കാരണം അതൊക്കെ എത്രമാത്രം കിട്ടുമെന്ന് നമ്മൾ കാരണം ആ സിംഗിൾ റൈഡ് ഒറ്റയ്ക്ക് നമുക്ക് ആ എന്താ പറയുക പ്രകൃതിയുടെ ആ ഭംഗിയൊക്കെ അല്ലെങ്കിൽ ആ ക്ലൈമറ്റൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ എന്തായാലും ബൈക്ക് തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാറിൽ വരുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാറിൽ വരാം, ഇല്ലാന്നല്ല. പക്ഷേ ബൈക്കിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് എന്തായാലും എനിക്ക് കാർ കിട്ടുമോന്നില്ല. പിന്നെ 30 കിലോമീറ്റർ ഉള്ളതാണ് 70 ഹെയർ പിൻ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുരങ്ങളുള്ളത് സിക്കിമിലാണ്. 100 ഹെയർ പിന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ കൊല്ലി ഹിൽസാണ്. അത് പലർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു ബൈക്ക് റൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പലരും പോകാത്തതുണ്ട്. ആരെങ്കിലും പോകാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് പോകുക, അടിപൊളിയായിരിക്കും. കാരണം ഇവിടെ ആകെയുള്ളവർ നമ്മളത് പാലക്കാട് നിന്നൊക്കെ വരുന്നെങ്കിൽ പൊള്ളാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാമക്കല്ല് വരെയുള്ള ഒരു റൂട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യാമല്ലോ. അതൊരു അറൗണ്ട് 200 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല. അതാണ് ഇത്ര ബോറിങ് എന്ന് പറയാനുള്ളത്. പക്ഷേ റോഡൊക്കെ നല്ലതായിട്ടും അത്ര ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോരാ. നമുക്കകത്ത് നമുക്ക് ഫോട്ടോ ഉണ്ട്, അത് വേണേൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 70 ഹെയർ പിന്നെ കയറിയിട്ടില്ല. മുകളിൽ എത്തിക്കഴിഞ്ഞൊരു ആകാശ വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ 2-3 വ്യൂ പോയിൻ്റ് ഉണ്ട്. സീക്കുപാറ വ്യൂ പോയിൻ്റ്, അവിടെയൊക്കെ പോയി കാണാൻ പറ്റും. ഇതൊക്കെ എനിക്കെന്തായാലും കൊല്ലിമല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഒരു എക്സ്ട്രീം ലെവലായിട്ട് തന്നെ ഇത് പറയാം. ഇന്നും പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ചാൻസ് കിട്ടി ഇനിയും വരും. കാരണം ഒരു 3 ദിവസം മിനിമം വേണം ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് പോകണമെങ്കിൽ. അത് മാക്സിമം നിങ്ങളിങ്ങനെ വന്നിട്ട് ഡിണ്ടിക്കൽ തേനി കമ്പം വഴി തിരിച്ച് മൂന്നാർ വഴി പോകുന്നതൊക്കെ അടിപൊളി. കാരണം നമ്മളൊരു കുറേ പ്ലേസൂടെ കവർ ചെയ്യാൻ പറ്റും. വന്ന വഴി തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിനല്ലേ കാണാൻ പോകണം. അപ്പോൾ വരുന്നതും പോകുന്നതും ഇത് 2 വഴിയാണ് ആ ട്രിപ്പ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഹിൽസിന് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ കുറേ ആക്സിഡൻറ്റ് ഉള്ളതുണ്ട്. ഇപ്പം അതുകൊണ്ടായിരിക്കും കൊല്ലി ഹിൽസ് ഒരുപാട് പേരുകൾ മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കൊല്ലി ഹിൽസ് എന്ന് പറയുന്നത് അറിയാമല്ല. പിന്നെ ഇതിനകത്ത് പേടിക്കണം വെച്ചാൽ നമ്മളുടെ അശ്രദ്ധ മൂലം അപകടം വന്നാലുള്ളൂ. അല്ലാതെ മൃഗങ്ങളുടെ ശല്യങ്ങളോ ഫോറസ്റ്റ് ഏരിയയാണ്, ഫോറസ്റ്റാണ്, എന്നാലും മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മുടെ കുരങ്ങന്മാരൊക്കെ ഇടയ്ക്ക് കാണാമെന്നല്ലാതെ വലിയ വന്യമൃഗങ്ങളൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. അത് കണ്ടിട്ടില്ല, അങ്ങനെ ശല്യം ഉണ്ടാകാൻ കേട്ടിട്ടില്ല. പിന്നെ ബൈക്ക് ഓടിച്ചും അശ്രദ്ധമായിട്ട് ഓടിച്ച് പണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാണ് പലരും മരണപ്പെടുന്നത്. സോ എല്ലാവരും കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. പിന്നെ നിങ്ങൾക്കത് ഏത് ടൈം വന്നാലും ഏതിനുള്ളിലിട്ടാം. അതായത് ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചൂട് ഫീൽ ചെയ്യില്ല. എത്ര ചൂടുള്ള സമയത്ത് വന്നാലും തണുപ്പായി ഫീൽ ചെയ്യുക. ഒന്നല്ല ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. പിന്നെ ഇത്രയും ഉള്ളിലാകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ ശരിക്കും വേണ്ടി. കാരണം ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് ഞാൻ വന്നത്. ഇപ്പോഴൊക്കെ റോഡൊക്കെ ഒന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു. കുറച്ച് ബൈക്ക് ടീംസ് പോകുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും മോർണിംഗ് കയറിയിട്ട് ഇറങ്ങാനുള്ള എന്തായാലും ടൈം ആയിട്ടില്ല. വീണ്ടും മഞ്ഞ്, രക്ഷയില്ല. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ മാക്സിമം ഒന്നേ ഫുഡ് കഴിച്ചിട്ട് വരിക, അല്ലെങ്കിൽ പിന്നെ കൊല്ലിമല എത്തിയിട്ട് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. ഇടയ്ക്ക് ചെറിയ 2-3 ടീ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ചായ കുടിക്കാൻ പറ്റും. അല്ലാണ്ട് വലിയ ഫുഡൊന്നും നമുക്ക് കിട്ടില്ല. മുകളിൽ 1-2 ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാണ്. അല്ലാതെ ഇടയ്ക്ക് നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാനോ അങ്ങനത്തെ ഹോട്ടൽസൊന്നും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ നിങ്ങൾ നേരത്തെ പോരുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കയറുക.
പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഒരു എപ്പോഴും മഞ്ഞ് പ്രതീക്ഷിച്ച് പോയത്, കാരണം ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിരുന്നു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ എപ്പോഴും മഞ്ഞുണ്ടാവുന്നില്ല. കാരണം ലാസ്റ്റ് ടൈം അതപ്പോൾ നല്ല വെയിലുള്ള ടൈമിൽ ഞാൻ വന്നു, എന്നാൽ മഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ചൂടൊരിക്കലും ഫീൽ ചെയ്യില്ല ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. അത് ധൈര്യമായിട്ട് പോരാൻ പറ്റും. പിന്നെ ഇപ്പോൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഞാൻ ഈ റൂട്ട് ഇഷ്ടപ്പെടും. അല്ലാതെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനോ അങ്ങനെയൊക്കെ വരുന്നവരില്ല. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഈ റൂട്ടിൽ റൈഡ് ചെയ്യുക, അതാണ് ഇതിൽ കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. മുകളിൽ ചെന്ന് നമുക്കൊരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. ആ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി പോയി വേണം കാണാൻ വേണ്ടി. പിന്നെ ഒരു വ്യൂ പോയിൻ്റാണ് ഉള്ളത്. അല്ലാതെ ഇതിനകത്ത് ഈ ട്രിപ്പിലെ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടി ഈ 70 ഹെയർ പിൻ കയറി ഇറങ്ങി പോകുന്നതാണ്. എൻ്റെ പൊന്നോ, മഞ്ഞ് കൂടി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളങ്ങനെ 70ാമത്തെ ഹെയർ പിന്നിൽ എത്തിക്കൊണ്ട് കേട്ടോ. 70ാമത്തെ ഹെയർ പിൻ ഇവിടെ ഇറക്കി നിർത്തുന്നു. എന്താ പറയുക, ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. നമ്മളിപ്പോൾ ആകാശങ്ങൾ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു രക്ഷയില്ലാത്ത മഞ്ഞാട്ടോ. അങ്ങനെ 70 ഹെയർ പിന്നൊക്കെ കയറി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഞ്ഞും അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടാണ് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി പോരുന്ന. കുറച്ച് മഴയുണ്ടായിരുന്നു കേട്ടോ, അതാണ്. ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വാട്ടർഫാളിൽ ഇറങ്ങുന്നതിന് തൊട്ടും ഒരു അമ്പലമുണ്ട്. കുറേ ആളുകൾ ആ അമ്പലത്തിലേക്ക് വരുന്നവരാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ടാക്കി ഇവിടുന്ന് ഒരു പാർക്കിംഗ് ചാർജ് നമ്മളതിന് പിടിക്കുന്നുണ്ട്. ഒരു 10 രൂപയാണുള്ളൂ. അവിടെ ചെന്ന് വണ്ടി വയ്ക്കുക. അവിടെ നമുക്ക് കുറച്ച് താഴത്തൊരു 1000-1200 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ. ചില ടൈമിലൊക്കെ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് കടത്തി വിടലട്ടോ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം വെള്ളം വന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് കാണിച്ചാൽ നല്ല മഴയായിരുന്നു. അവിടെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് വീഡിയോ എടുത്തു. പോകുന്ന വഴിക്കാണ് നല്ല മഴയാണ്. പിന്നെ അങ്ങോട്ട് അവിടെ പോയി കുളിക്കാനൊരു ഓപ്ഷൻ ഉണ്ടായില്ല. അല്ലെങ്കിൽ കുളിക്കാനൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ വെള്ളച്ചാട്ടം നല്ല ഹെവി ആയിട്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളങ്ങ് ഇറക്കി വിടുന്നില്ല, അതായത് കാണാനേ പറ്റുന്നുള്ളൂ. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം തെറിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഫുള്ള് നനയുന്നുണ്ടാകും. ഫുള്ള് നനഞ്ഞു കുളിച്ചല്ല, അത് തന്നെ മഴ നനഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ റോഡ് കാണുമ്പോൾ തന്നെ ഇറങ്ങിങ്ങോട്ട് നല്ല മഴ പെയ്തിട്ടുണ്ട്. റോഡൊക്കെ ഫുള്ള് ചെളിയായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന സീക്കുപാറ വ്യൂ പോയിൻ്റ് എന്നൊരു സ്പോട്ടുണ്ട് അവിടെ. അങ്ങോട്ടേക്കാണ്. അപ്പോൾ വീണ്ടും മഞ്ഞ്, രക്ഷയില്ലാതെ മഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെയും വ്യൂ പോയിന്റ് പ്രത്യേകിച്ച് നമുക്ക് കാണാനുണ്ടാവില്ല. ജസ്റ്റ് ഒരു ടവർ ഉണ്ട്. അതിൻ്റെ ടവറിൻ്റെ മുകളിൽ കയറേണ്ട നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. പക്ഷേ ഇതുപോലെ മഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ ആകാശങ്ങൾ വാട്ടർഫാൾസ് നീണ്ട് 10-12 കിലോമീറ്ററാണ് ഈ സീക്കുപാറ വ്യൂ പോയിന്റ് ആ സ്പോട്ടിലേക്കുള്ളത്. ജസ്റ്റ് എന്താ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, 10-20 രൂപയുണ്ട്. നമ്മൾ സീക്കുപാറ എത്തിയിട്ടുണ്ട്. ഇവിടെയും വലിയ തിരക്കൊന്നുമില്ല, വളരെ കുറച്ച് പേരുള്ളൂ. എന്തായാലും തിരക്കൊന്നുമില്ല. എന്തായാലും നമുക്ക് കയറിയാൻ പറ്റും. അത് എന്നിട്ട് ഇവിടെ ചെറിയ ടീ സ്റ്റാളുണ്ട്. ടീ കുടിച്ച് വേണം പ്രത്യേകിച്ച് പോകാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ജസ്റ്റ് 10 രൂപ ഉണ്ടാകുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കട വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ കട പോയിട്ട് ഫ്രണ്ടിലെത്തി അതിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ ഒരു ടവറുണ്ട്. ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും ജസ്റ്റ് കാണാനുള്ളൊരു വ്യൂ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ മഞ്ഞ് കാണുന്നില്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഉണ്ട്, മഞ്ഞുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ നോക്കുമ്പോഴേ കാണാൻ പറ്റുന്ന നല്ല മഞ്ഞുണ്ട്. പ്രത്യേകിച്ച് കാണാൻ ഒന്നും പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ അതിൻ്റെ മുകളിൽ പോയി കുറച്ച് നേരം നോക്കി അവിടെയൊക്കെ നോക്കി എന്നിട്ട് നമുക്ക് പോരാം. നല്ല മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ
നമ്മളിപ്പോൾ ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാം, അതെല്ലാം കാണാൻ പറ്റും. ഒരു തരം ആരുമില്ലല്ലോ, ഇപ്പോൾ കയറി നോക്കാം. നല്ല മഞ്ഞ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കയറിയിട്ടൊന്നും കാണാൻ പറ്റില്ല. മറ്റേ ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, എനിക്ക് എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ജസ്റ്റ് എൻ്റെ മുകളിൽ കയറി നോക്കാം, എനിക്ക് കാണാൻ പറ്റുള്ളൂ. കൊള്ളാം, ഒന്നും കാണാൻ പറ്റില്ല. എന്നാലും ക്ലൈമറ്റ് സൂപ്പർ കേട്ടോ. അങ്ങനെ സീക്കപ്പാറയും കണ്ടു. അവിടെ ചായ കുടിച്ചു, കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. നല്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് വീട്ടിൽ നിന്ന് ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. 1-2 അണ്ണന്മാരുണ്ടായിരുന്നു, അവർ രണ്ടുപേരും എന്താ ചെറിയ മദ്യമൊക്കെ അടിച്ചിട്ടുണ്ടോന്നു, അതിൻ്റെ എന്തൊക്കെയോ നമ്മൾ കണ്ടു. എന്നാലും വലിയ ശല്യമൊന്നും ഉണ്ടായില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ പിടിച്ച് മണ്ണിലേക്ക് തള്ളി ഇടുന്നുണ്ടായിരുന്നു. എന്നാലും അലമ്പൊന്നും ആയിരുന്നില്ല, അവർ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം അതുകൊണ്ട് അത് കണ്ടു പോന്നു. എന്തായാലും നല്ല മഞ്ഞാണ്, ഒരു രക്ഷ തിരിച്ചു പോകുമ്പോഴും. ഇനി നമുക്ക് നേരെ കൊല്ലി ഹിൽസ് ഇറങ്ങാം. ഇന്നലെ ഇവിടെ നിന്ന് ലഞ്ചോണം കഴിച്ചിട്ട് പോകാം. എനിക്കിവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ആ ഹോട്ടൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ്, അവിടെ ഒരു തിരക്കൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും മഞ്ഞ ഒരു രക്ഷ. ഇപ്പോൾ 2 മണി കഴിഞ്ഞു, എന്നിട്ടും ഇപ്പോഴത്തെ മഞ്ഞങ്ങ് മാറിയിട്ടില്ല. റോഡൊക്കെ ഇപ്പോഴും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതിന് ഇവിടെ വന്നിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പോവാം. പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരും. കാരണം അത്രയ്ക്ക് നല്ല റോഡ് ട്രിപ്പാണ് നമുക്ക് ഈ സ്പോട്ടിന്. ഏതായാലും ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കൊല്ലി ഹിൽസൊക്കെ ഇറങ്ങി എൻ്റെ ഹെയർ പെയിൻ ചെയ്യാനാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.